ഇപ്പം തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എസ്പെഷ്യലി മലയാളം മ്യൂസിക് ഹാസ് കംപ്ലീറ്റ്ലി ചേഞ്ച്ഡ്. ഇപ്പം ഞാൻ തമിഴിൽ പോയി വർക്ക് ചെയ്യുന്നുണ്ട്, കന്നഡ ഡെബ്യൂ ചെയ്യുന്നുണ്ട്, തെലുഗു, ഹിന്ദി, ഈ പല ലാംഗ്വേജിൽ പോയി വർക്ക് ചെയ്തിട്ട് തിരിച്ച് മലയാളത്തിൽ വരുമ്പം ഇവിടെ ഒരു ഭയങ്കര ഡ്രാസ്റ്റിക് റെവല്യൂഷൻ. അതെ അതെ, ഇവിടെ യുനോ വേടൻ വരുന്നു, ഇവിടെ ഡാബ്സി വരുന്നു, ഫെജോ, തിരുമാലി, ഒരു വലിയൊരു റെവല്യൂഷൻ നടക്കാണ്, ലിറിക്കൽ റെവല്യൂഷൻ നടക്കാണ്. സിനിമകളില് ഇൻഡിപെൻഡന്റ് ആർട്ടിസ്റ്റുകളെ ഭാഗമാക്കി പ്രൊമോഷണൽ വർക്ക്സ് നടക്കുന്നു. അതൊരു വലിയ റെവല്യൂഷനാണ്. അതൊരു ഒരുപാട് വാതിലുകൾ നമുക്ക് തുറന്നു തരുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കാണുന്ന സമയത്ത് ഞാനും സ്വയം നമ്മൾ ആലോചിക്കും, ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രോജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സോങ്സിനെ എങ്ങനെ പ്ലേസ് ചെയ്യാം, അതിപ്പോ ഡയറക്ടേഴ്സുമായിട്ടും ഡിസ്കസ് ചെയ്യും. പിന്നെ ഞാൻ ഇപ്പൊ മലയാളത്തിൽ ഐ എം വെരി വെരി സെലക്റ്റീവ്. എന്താന്ന് വെച്ചാൽ മറ്റു ഭാഷകളിൽ പോകുന്നോണ്ട് എല്ലാരും വിചാരിക്കുന്നത് ഞാൻ ഇവിടെ അല്ല, പുറത്ത് ഹൈദരാബാദിൽ വർക്ക് ചെയ്തായിരിക്കും. വളരെ സ്ഥിരമായിട്ടും ഇപ്പൊ ഞാൻ ആലുവയിലെ സ്റ്റുഡിയോയിൽ നിന്നാണ് വിളിക്കുന്നതെങ്കിലും എൻ്റെ അടുത്ത് വയ്ക്കുന്ന നിഷാം ഇവിടെ എത്തിയോ, ഹൈദരാബാദാണോ? അപ്പം അത് അതെ അതെ അതെ, ഞാൻ ഇവിടെ ഉണ്ടെന്നാണ് നമ്മൾ പറയാം. അപ്പം അതുള്ളത് കൊണ്ട് ഈ ഡിസ്കഷൻസിന്റെ ഭാഗമൊക്കെ ആവാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മലയാളത്തിൽ ഡെഫിനറ്റ്ലി ഒരു ഈ 2026 ഇവിടെ നിന്ന് ഒരു ഭയങ്കര വലിയ റെവല്യൂഷൻ ഇനി നടക്കും. അത് സിനിമാറ്റിക്കലിയും മ്യൂസിക്കലിയും. ഞാൻ ചോദിക്കാൻ കാരണം ഈ ഹൃദയത്തിന്റെ ദർശന ട്രാക്കാണ് ഒരു ഹൃദയം. അത് ഞാൻ പേഴ്സണലി വിളിക്കാത്ത ഒരു ബാങ്കർ ട്രാക്ക് ആണ്. കാരണം ആ സിനിമ ഉണ്ടെന്ന് എല്ലാവരും അറിഞ്ഞത് ഒരു പക്ഷെ ഭയങ്കര ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അപ്പൊ ശരിക്കും നമ്മൾ ഈ റീൽ ട്രെൻഡ് ഒക്കെ വരുന്നതിന് തൊട്ട് മുമ്പാണ് കോവിഡിന് തൊട്ടും. അപ്പൊ ഇപ്പൊ ഡയറക്ടേഴ്സ് ഒക്കെ പറയും നമുക്ക് ഇങ്ങനത്തെ ഒരു ഹുക്ക് ലൈൻ വേണം, അല്ലെങ്കിൽ ഡാൻസിനെ പറ്റിയിട്ടുള്ള ഒരു 2 ലൈൻ അതിന് വേണ്ടിയിട്ടുള്ള അങ്ങനെയൊക്കെ ഡിസ്കഷൻസ് ഉണ്ടാവാറ്. തീർച്ചയായിട്ടും ഉണ്ടാവും. അത് എനിക്ക് തോന്നുന്നു അത് സിനിമ ഉണ്ടായ കാലം തൊട്ടേ അതുണ്ട്. ഇപ്പം മൈക്കൽ ജാക്സന്റെ ദേ ഡോണ്ട് കെയർ അബൌട്ട് അസോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ വീക്കെൻഡ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിന്റെ, അല്ലെങ്കിൽ ഡുവാലിപ്പ, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ആർട്ടിസ്റ്റുകളുടെ സോങ്സ്, എഡ് ഷീറന്റെ സോങ്സ് എടുത്ത് നോക്കിയാൽ മതി, അനൂപ് ജയന്റെ, മനസ്സിലായില്ലേ? ഇപ്പം ഏത് ആർട്ടിസ്റ്റിന്റെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും എപ്പോഴും ഒരു ഹുക്ക് വേർഡ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. അത് ഇപ്പം ദർശനയ്ക്ക് മുമ്പുള്ള പാട്ടുകളും ഇവിടെ നമ്മൾ ഇപ്പം ഫോർ എക്സാമ്പിൾ വിദ്യാസാഗറിന്റെ പാട്ടുകൾ നോക്കുകയാണെങ്കിൽ, ഔസേ പച്ചന്റെ പാട്ടുകൾ, ഇപ്പോ 1+1 2 അതൊരു അത് ഹുക്കാണ്. കരളേ കരളിന്റെ കരളേ, 3 വാക്കും കരളേ എന്നാണ്. അപ്പം അത് ഇറ്റ് ഇസ് ദർ. അത് പക്ഷെ സ്മാർട്ടായിട്ട് എങ്ങനെ ഒരു മ്യൂസിക് കമ്പോസർ അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുള്ളതെല്ലാം ഏറ്റവും വലിയൊരു വിജയം ഇരിക്കുന്നത്. ഖുഷി സിനിമ ശരിക്കും തിയേറ്ററിൽ ഭയങ്കര ഹിറ്റ് ആവാതിരുന്ന ഒരു സിനിമ. പക്ഷെ എന്നാലും ഒരുപാട് നാളുകൾക്ക് ശേഷം, അല്ലെങ്കിൽ തെലുങ്കിൽ അങ്ങനെ സംഭവിക്കാത്തതാണ് ഈ ആൽബം ഹിറ്റ് എന്ന് പറയുന്നത്. കാരണം അതിനകത്ത് എല്ലാ ട്രാക്കും ഹിറ്റാ. ശരിക്കും ഖുഷി ഒരു ഭയങ്കര ഐഡന്റിറ്റി ആയിട്ടില്ലേ പിന്നീട്? ഇപ്പൊ കാരണം പിന്നീട് വന്ന സിനിമകളിലൊക്കെ ഫ്രം ദ മ്യൂസിക് ഡയറക്ടർ ഓഫ് ഖുഷി എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് ശരിക്കും ഖുഷി സംഭവിച്ച് കഴിഞ്ഞിട്ട് എങ്ങനെ ഇൻഡസ്ട്രിയിൽ ചേഞ്ചസ് വന്നു? ഖുഷി ആക്ച്വലി എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഖുഷി ഫിലിം നാ റോജ നുവേ എന്ന് പറഞ്ഞ സോങ് ഇറങ്ങിയ സമയത്ത് അവിടെയുള്ള എനിക്ക് തോന്നുന്നു മലയാളത്തിലുള്ളതിനെക്കാട്ടി കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സേ ഉള്ളൂ തെലുഗുവിൽ. ഇപ്പൊ നമുക്ക് കീരവാണി സാർ തൊട്ട് DSP തമൻ സാറ്, ഒരു ക്രക്സ് ഓഫ് ആൾക്കാരാണ് അവിടെ ഉള്ളത്. അപ്പൊ ഇവര് ഇറങ്ങുന്ന എല്ലാ സോങ്സും കേൾക്കുന്നവരാണ്. അപ്പൊ എനിക്ക് അന്ന് ഓർമ്മയുണ്ട്, കുറച്ച് മ്യൂസിക് ഡയറക്ടേഴ്സ് ഒക്കെ ഇത് കേട്ട് കഴിഞ്ഞപ്പം ഞാൻ പേഴ്സണലി മീറ്റ് ചെയ്ത ചില കമ്പോസർ, ഇത് ആരാണ് ഇത് പാടിയിട്ടുള്ളത്, ഇത് ഏത് സോങ് ആണ്, ഇത് ഏത് ഫിലിമിലാണ്. സോ ഫോർ ദം അവരെ എക്സൈറ്റ് ചെയ്യിപ്പിച്ചു ആ പാട്ടുകൾ. അത് ഇന്നും ഞാൻ ഇടയ്ക്ക് കാണുന്ന സമയത്ത്, ഇപ്പൊ തമൻ സാറിനെ ഞാൻ ഇടയ്ക്ക് കണ്ടപ്പോ, ഭീംസിനെ കണ്ടപ്പോ, ഭീംസ് ഇപ്പൊ ലാസ്റ്റ് എക്സാക്ട്ലി ഭീംസിന് വേണ്ടി ഞാനും പാടിയിട്ടുണ്ട്. അപ്പം ഭീംസ് അന്ന് പറഞ്ഞു, ഷാം ഐ ഹേർഡ് ദ സോങ്, ഐ വാസ് തിങ്കിങ് ഹൂ ഈസ് സിംഗിങ് ദിസ് ട്രാക്ക്, ഹൂ ഈസ് ദ മ്യൂസിക് ഡയറക്ടർ ഓഫ് ദിസ് ട്രാക്ക്. ഐ വാസ് വെരി എക്സൈറ്റഡ്. അപ്പം ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മളെ ഏലിയനേറ്റഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ആണ്. എനിക്കൊരു പരിചയമില്ലാത്തൊരു നാട്ടിൽ പോയിട്ടാണ്, എനിക്ക് പരിചയമില്ലാത്ത ഭാഷ, അങ്ങനെ പോയിട്ടാണ് നമ്മൾ കമ്പോസ് ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും സന്തോഷമുള്ള കാര്യം, ഈ സോങ്സ് കൊണ്ട് ഫസ്റ്റ് ഡേ ഇപ്പം വിജയ് ദേവരകൊണ്ടാന്റെ സിനിമാറ്റിക് കരിയറിലും ഈ പാട്ടുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു റിസപ്ഷൻ ഭയങ്കരമാണ്. ഒരു ഫസ്റ്റ് ഡേ അവർക്ക് ഓഡിയൻസ് തള്ളിക്കയറ്റം എന്ന് പറയുന്നത് ഭയങ്കരമായിരുന്നു. ഈ സോങ്സും വന്ന് ഇത് സോങ്സ് ഹിറ്റായി.
എന്താണ് ഈ സിനിമയെന്ന് കാണാനുള്ളത്. അപ്പൊ അവിടെ എനിക്ക് തോന്നുന്നു ആസ് എ കമ്പോസർ നമ്മുടെ ഡ്യൂട്ടി അവിടെ ജസ്റ്റിഫൈബിൾ ആയി. അതിനുശേഷമാണ് പിന്നെ ഹായ്നാനൊക്കെ വരുന്നത്. ഈ അതിനകത്ത് ഓസിപ്പല്ലമ്മ ആക്ച്വലി അടിപൊളി ട്രാക്ക്, ഭയങ്കര പ്രത്യേക സിറ്റുവേഷൻ ട്രാക്കാണ്. പക്ഷെ ഓസിപ്പല്ലമ്മ അധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. എനിക്ക് തോന്നുന്നു എനിക്കും അത് അങ്ങനെ ഞാൻ ചെയ്ത സമയത്ത് എന്റെ ഒരു ലൈൻ ഓഫ് വർക്കിൽ അങ്ങനെ ഒരു സോങ് വരൂല. ആക്ച്വലി സിറ്റുവേഷണൽ ട്രാക്കാണ് അത് ആക്ച്വലി.